ഇതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ സൂക്ഷിച്ചു പോകാൻ പറയുന്നത്. ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു കഥ പറയാം. അതായത് 2022 സമയത്ത്, അതായത് COVID-19 സമയത്ത് എനിക്ക് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഡിസ്കോഡിൽ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഡിസ്കോഡിൽ സെർവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ സെർവേഴ്സിലേക്ക് ഞാൻ നല്ലപോലെ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻസ് ഞാൻ കൊടുക്കുമായിരുന്നു, എൻ്റെ പേരും നെയിമും ഒക്കെ കൊടുക്കുക സമയത്ത്. സോ എനിക്കൊന്നും ആ ദിവസം എനിക്കൊന്നും എൻ്റെ കെമിസ്ട്രി ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ ഒന്നും പഠിക്കില്ലായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഡിസ്കോഡിൽ മെസ്സേജ് വന്നു, ആരോ ഹായ് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. അപ്പം ഞാൻ റിപ്ലൈ എടുത്തു, ഞാൻ ഹായ് റിപ്ലൈ എടുത്തു. ടെക്സ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഫോർ ലൈക്ക് 2 hours ഞങ്ങൾ ടെക്സ്റ്റ് ചെയ്തു. 2 hours ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇയാൾ പറഞ്ഞു ഇയാൾ ടർക്കിയിൽ നിന്നാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ, എനിക്ക് ടർക്കിയിൽ ഫ്രണ്ട്സില്ല, അപ്പം ഫ്രണ്ട് കിട്ടുമെന്ന് വിചാരിച്ച് ഞാനങ്ങ് ഓക്കെ പറഞ്ഞു. നമ്മളങ്ങ് ടെക്സ്റ്റ് തുടങ്ങിയിരിക്കുമായിരുന്നു. ഓക്കെ, ഫോർ 2 hours അറ്റ്ലീസ്റ്റ് എന്നാണ്, എനിക്ക് ഓർമ്മയില്ല ആണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. ഇയാൾ പറഞ്ഞു ഇയാൾ കോളേജിലാണ് പഠിക്കുന്നത്, അപ്പം കോളേജ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം ഇയാൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഒരു ഗെയിം ഡെവലപ്മെൻറ്റ് എന്തുവാണ്. അപ്പം ഇയാൾ ഗെയിം ഉണ്ടാക്കി. അപ്പം അത് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു എടുത്തു. ഞാൻ പറഞ്ഞു ഓക്കെ വൈ നോട്ട്, എനിക്ക് ചെയ്യാമല്ലോ, എനിക്ക് വേറെ പണിയില്ലല്ലോ. അപ്പോൾ ഇയാളുടെ ഗെയിം ഞാൻ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് ഇടയ്ക്ക് എന്തോ മിസ്റ്റേക്ക് ഒന്നും പറ്റി ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ അയാൾ ചോദിച്ചു അവിടെ ഇങ്ങനെ വരുന്നില്ലല്ലോ, എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഇയാൾ എനിക്ക് ഗൈഡൻസ് തന്നു, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഡൗൺലോഡ് നിൽക്കുക. ഞാനൊക്കെ ചെയ്ത് ഡൗൺലോഡ് ചെയ്തു ഗെയിം. പിന്നെ നോക്കിയപ്പോൾ ആണെങ്കിൽ അതായത് ഞാൻ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തു, അത് ഓപ്പൺ ആക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഗെയിം ഓപ്പൺ ആവില്ല. അതായത് ഗെയിം ഓപ്പൺ ആകുമ്പോൾ പെട്ടെന്ന് ക്ലോസ് ആവും. എന്നിട്ട് എൻ്റെ ടെർമിനലിൽ ഓപ്പൺ ആയി പിന്നെയും ക്ലോസ് ആവും. അപ്പം ഞാൻ വിചാരിച്ചു വലിയ ഹാക്കിംഗ് ആണോ. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ഐഡിയ തോന്നി അത് ചിലപ്പോൾ ഹാക്കിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ഹാക്കിംഗ് അല്ലായിരിക്കും, ബിക്കോസ് എനിക്കും 12th grade ഒരു ഫൈനൽ പ്രോജക്റ്റ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസിന്. അപ്പോൾ ഒരു ആപ്പാണ് ഉണ്ടാക്കാൻ ആ പ്രോജക്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫേക്ക് അല്ലായിരിക്കും, ചിലപ്പോൾ ഇയാളെ ശരിക്കും എൻ്റെ ഹെൽപ്പ് വേണമായിരിക്കും എന്ന് പറഞ്ഞ് ഞാനത് ഓപ്പൺ ചെയ്തു, ലൈക്ക് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇത് ഓപ്പൺ ആവുന്നില്ല, അപ്പോൾ ഓപ്പൺ ആയിട്ട് ക്ലോസ് ആവുക. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് ആ സമയത്ത് എൻ്റെ ട്യൂഷൻ ക്ലാസ് കഴിയാറായി. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ എൻ്റെ ട്യൂഷൻ ക്ലാസ് കഴിയാറായി, അപ്പം ഞാൻ പോട്ടെ, എനിക്ക് കഴിക്കാനുണ്ട് ഞാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു നോ വെയിറ്റ്, ഹാവ് ടു ഷോ യു സംതിങ്. അയാൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു, അതായത് ഇയാളുടെ സ്ക്രീൻഷോട്ട് എനിക്ക് സെൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തുവാ, എൻ്റെ ഇമെയിൽ അഡ്രസ്സ്, അതായത് എൻ്റെ ഇമെയിൽ, അതായത് എൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീൻ, അതായത് എൻ്റെ നമ്മൾ ഇമെയിൽ ഓപ്പൺ ആക്കിയിട്ട് എൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുമല്ലോ, അതെനിക്ക് അയച്ചു തന്നു. ആണെങ്കിൽ ബോംബ് പോലെ പിന്നെയും എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ, എൻ്റെ അമ്മയുടെ ഫോട്ടോ, എൻ്റെ അച്ഛനെ ഫേസ്ബുക്കിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. ഞാൻ ഒന്ന് ഞെട്ടിപ്പോയി. ഞാൻ ശരിക്കും പേടിച്ച് വിറച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇയാൾക്ക് 10,000 rupees വേണം, എന്നാൽ മാത്രമേ ഇയാൾ എൻ്റെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒക്കെ കൺട്രോള് ഫുള്ളി എനിക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേടിച്ച് പോയി. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഞാൻ പിന്നെ നേരെ ഞാൻ ഒന്നും റിപ്ലൈ കൊടുത്തില്ല. ഞാനാണെങ്കിൽ നേരെ ഞാൻ ആദ്യം പേടിച്ച് ഡിസ്കോഡ് ക്ലോസ് ചെയ്തു. പിന്നെ ഞാൻ നേരെ ആണെങ്കിൽ എൻ്റെ അനിയനെ വിളിച്ചു, എൻ്റെ അച്ഛനമ്മയോടും പറഞ്ഞു കാര്യം. അപ്പം ഞങ്ങൾ ഇങ്ങ് പോയിട്ട് മറ്റേ ജിമെയിലിൻ്റെ അഡ്രസ്സും നെയിമൊക്കെ മാറ്റി കൊടുത്തു, അത് പാസ്വേഡൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ ഡിസ്കോഡ് ലൈക്ക് അൺഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ മറ്റേ വൈറസ് ആ ആപ്പ് ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തു, ഞങ്ങൾ അത് ചെയ്തു. അതായത് എൻ്റെ മനസ്സിൽ ഓടുന്നതെന്ന് വെച്ചാൽ ഓക്കെ ഇതിപ്പോൾ ഇന്ന വേ സൈബർ ബുള്ളിങ്, സോ നമ്മൾ അങ്ങോട്ട് റിപ്ലൈ ചെയ്യാൻ കൊടുക്കണ്ട, അത് റിപ്ലൈ ചെയ്താൽ മാത്രമേ ഈ ഡീൽ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ ഡീലൊന്നും പ്രൊസീഡ് ആവില്ല, ആൾക്ക് എന്തെങ്കിലും പൈസ വേണം, അതാണ് മെയിൻ എയിം. അപ്പം ഞങ്ങൾ മറ്റേ എല്ലാത്തിൻ്റെ പാസ്വേഡ് മാറ്റി ഡിസ്കോഡ് അൺഇൻസ്റ്റാൾ ചെയ്തു, മറ്റേ വൈറസ് അൺഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയെന്ന് വെച്ചാൽ ഞാൻ ഡിസ്കോഡ് എൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ മറന്നു. ഞാൻ അതങ്ങ് പെട്ടെന്ന് പേടിയിൽ അങ്ങ് അൺഇൻസ്റ്റാൾ ഞാൻ ചെയ്തു. ഞാനങ്ങ് ഒരാഴ്ചയ്ക്ക് വേണ്ടി ലാപ്ടോപ്പിൽ അങ്ങ് ടച്ച് ചെയ്തിട്ടേ ഇല്ല. ബി അവെയർ ഓഫ് സൈബർ ബുള്ളിങ് ആൻഡ് സ്കാമേഴ്സ്. പോവല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം.